അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് എന്നല്ല ആര് പോയാലും വികാരം വ്രണപ്പെടില്ലെന്ന് വ്യക്തമാക്കി സമസ്ത നേതൃത്വം. സംഘടനയുടെ പത്രമാണെങ്കിലും പത്രത്തിന്റെ ലേഖനം സമസ്തയുടെ നിലപാടല്ല. ആർക്കും അവരുടെ രാഷ്ട്രീയ നയമനുസരിച്ച് അയോധ്യ വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്നും സമസ്ത നേതൃത്വം നിലപാട് വ്യക്തമാക്കി. അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായ ഭിന്നത ഉയരുന്ന ഘട്ടത്തിലാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച ലേഖനം വന്നത്. ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയ ഇടതുപക്ഷത്തിന്റെ തീരുമാനത്തെ ലേഖനം സ്വാഗതം ചെയ്തതും കോൺഗ്രസിനെ വെട്ടിലാക്കി. എന്നാൽ ഈ ലേഖനത്തെ പൂർണ്ണമായും തള്ളിയ സമസ്ത നേതൃത്വം ഇക്കാര്യത്തിലുള്ള സംഘടനാ തീരുമാനം എന്താണെന്നും പരസ്യമാക്കി. സുപ്രഭാതത്തിന്റെ എഡിറ്റർ കോളത്തിൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയാളെ ജമിയത്തുൽ ഉലമയുടെ നയമല്ലത്. സമസ്തയാളെ ജമിയത്തുൽ ഉലമയുടെ നയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും ആ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പൊ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയം ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് BJP ഗവൺമെന്റ് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോ ക്ഷണിച്ചതായ അയോധ്യയിലുള്ളതായ ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കുകയും ചെയ്യുക, നിരസിക്കുകയും ചെയ്യുക. അതൊക്കെ അവരുടെ രാഷ്ട്രീയ ലൈനാണ്. അതിൽ ഞങ്ങളെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊപ്പം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇക്കാര്യത്തോട് സമസ്ത അധ്യക്ഷന്റെ പ്രതികരണം ഇതായിരുന്നു. സമസ്ത അഭിപ്രായം പറഞ്ഞല്ലോ, ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടത് പല രൂപത്തിലുണ്ട്. അത് വിശദമായി ചർച്ച ചെയ്ത് നിങ്ങളോട് പറയേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നിൽ ചർച്ച അവതരിപ്പിക്കേണ്ടതാണ്. ഒറ്റവാക്കിൽ മറുപടി ആകെ മതത്തിന്റെ വിശ്വാസത്തിനോട്, മതത്തിന്റെ ആചാരത്തിനോട് ഒക്കെ എതിരാവാത്ത ഏത് ആഘോഷങ്ങളിലും എവിടെ ആർക്കും പങ്കെടുക്കാം. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് ആരും രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന മുസ്ലിം ലീഗ് നിലപാടും ഒപ്പം ഇപ്പോൾ പുറത്തുവന്ന സമസ്തയുടെ തീരുമാനവും വിഷയത്തിൽ പ്രതിസന്ധിയിലായ കോൺഗ്രസിന് ആശ്വാസം പകരുന്നതാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.